പണിയനൃത്തം നമ്മുടെ കേരള കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇത് 2ാം വർഷമാണ്. ഈ 2ാം വർഷം വയനാട്ടിൽ നിന്നുള്ള പണിയനൃത്ത ടീമാണ് ഇവിടെ ഉള്ളത്. കലോത്സവ വേദി ആകെ ഇളക്കി മറിച്ചൊരു ടീം കൂടിയാണ്. മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു കളിച്ചിട്ട്? സൂപ്പറായിരുന്നു, കുഴപ്പമില്ല. എത്ര നാളായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി? കുറേ ആയി. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസിന്റെ സമയമൊക്കെ? അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവരുടെ അധ്യാപകർ കൂടെ എങ്ങനെ ചേരുന്നുണ്ട്? ഈ കുട്ടികളെ ഇത്തരത്തിൽ ആ ഒരു പരിശീലനത്തിലൂടെ ഇങ്ങനെ എത്തിച്ചത് ഈ അധ്യാപകരോടാണ്. ടീച്ചർ, എങ്ങനെ ഉണ്ടായിരുന്നു ആ പരിശീലന സമയമൊക്കെ? കുട്ടികളൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്താണ് ഇത് പ്രാക്ടീസിനും ഒക്കെ എത്തിയിരുന്നത്? ഇത് അവരുടെ ഒരു കലയാണ്, അവരുടെ സംസ്കാരത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവർ ചെറിയപ്പം മുതൽ കണ്ട് ശീലിച്ച് കളിച്ച് ശീലിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനൊരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് അവരോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല. അവർക്കറിയാം, അവർ ചെയ്തു. കൂടാതെ ഞങ്ങൾക്ക് അധ്യാപകനായിട്ട് രാജേഷ് സാറുണ്ട്, പണിയ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള അധ്യാപകൻ, ഞങ്ങളുടെ ചിത്രകല അധ്യാപകനാണ്. പിന്നെ UP സ്കൂളിൽ പഠിപ്പിക്കുന്ന സിന്ധു ടീച്ചറുണ്ട്. ഇവർ രണ്ടുപേരും അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ നല്ല ഒരു റപ്പുമാണ് അവർ തമ്മിൽ. നന്നായിട്ട് തന്നെ അവർ ചെയ്തു, പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്തു. ഇത് അവരുടെ രക്തത്തിലുള്ളതാണ്, നമുക്കൊന്നും എക്സ്ട്രാ പറയേണ്ടി വന്നിട്ടില്ല. ടീച്ചറെ, ഇത് നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ കൂടെ ഭാഗമാണ്. കാരണം മുൻ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല, 2 വർഷമേ ആയിട്ടുള്ളൂ പണിയനൃത്തം കലോത്സവത്തിൻ്റെ ഭാഗമാക്കിയിട്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ കുട്ടികൾക്ക് കൂടെ ഗുണകരമാണ് എന്നുവെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും വലിയൊരു വിജയമാണ്. കാരണം ഇവിടം വരെ എത്താൻ അവർക്ക് കഴിഞ്ഞു. കാരണം ഊരിൽ നിന്നുമാണ് അവർ ഇവിടേക്ക് എത്തിച്ചേർന്നത്. അപ്പം അവർ സാധാരണ വീടുകളിലാണ്, എന്നുവെച്ചാൽ ജനനം മുതൽ മരണം വരെ കളിക്കുന്ന ഒരു കളിയാണ് ഇത്. അപ്പം അവർക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞു. അവർക്ക് പിന്നെ ജനനം മുതൽ മരണം വരെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടും ഇവർ കണ്ടു വളർന്നതും അത് തന്നെയാണ്. മരണത്തിന് പെൺകുട്ടികൾ കളിക്കില്ല എന്ന് തോന്നുന്നു. മരണത്തിൽ പെൺകുട്ടികൾ കളിക്കില്ല, ആൺകുട്ടികൾ മാത്രമാണ് അത് കളിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ചരിത്രത്തിൻ്റെ കൂടെ ഭാഗമാകുന്ന ഒരു നൃത്തമാണ് ഈ പണിയനൃത്തം എന്ന് പറയുന്നത്. ഈ കുട്ടികൾ ഏതായാലും അവരെ ആ ഒരു പെർഫോമൻസ്, അവരുടെ ആ ഒരു പ്രകടനം നമുക്ക് ചെറിയ രീതിയിലൊന്ന് കാണാം. ക്യാമറാമാൻ ബിജു മുരളീധരനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തൃശ്ശൂർ.